ജോലിസ്ഥലം അന്റാർട്ടിക്ക. ജോലിയുടെ കാലാവധി 6 മാസം. ശമ്പളം ഏകദേശം 1.3 കോടി രൂപ. കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് 6 മാസം അവിടെ നിൽക്കുകയും വേണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തൊഴിലവസരം കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ. 6 മാസത്തേക്ക് അന്റാർട്ടിക്കയിലെ പ്രശസ്തമായ മക്മാർഡോ സ്റ്റേഷനിൽ ജോലി ചെയ്യാനുള്ള അസാധാരണമായ അവസരം ലഭിച്ചിരിക്കുന്ന 29-കാരനായ ഒരു പരിസ്ഥിതി ഗവേഷകന്റെ ചോദ്യമാണിത്. ചോദിച്ചിരിക്കുന്നത് ഇന്റർനെറ്റിലെ റെഡിറ്റ് പ്ലാറ്റ്ഫോമിലെ അസംഖ്യം ഉപയോക്താക്കളോടാണ്. അതിരിക്കട്ടെ, നിങ്ങളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്തു മറുപടി പറയും അദ്ദേഹത്തോട്? അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഈ ജോലി കിട്ടിയതെങ്കിൽ നിങ്ങൾ പോകുമോ? അതോ കുടുംബത്തെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന കാരണം പറഞ്ഞ് അത് ഒഴിവാക്കുമോ? എന്തായാലും മക്മാർഡോ സ്റ്റേഷനിൽ ജോലി ചെയ്യാനുള്ള അസാധാരണ അവസരം ലഭിച്ച പരിസ്ഥിതി ഗവേഷകനും ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഉയർന്ന ശമ്പളവും ജീവിത ചെലവ് പൂർണ്ണമായും ജോലി സ്ഥാപനം വഹിക്കുന്നതുമായ ഈ ഓഫർ തന്നെയാണ് ഈ ജോലിയുടെ മുഖ്യ ആകർഷണം. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയക്കുഴപ്പത്തിന് കാരണം ഭാര്യയെ വിട്ട് പിരിഞ്ഞ് 6 മാസം അകലെ കഴിയണമല്ലോ എന്നതാണ്. താൻ കൂടെയില്ലെങ്കിൽ തന്റെ കാമുകി തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന ഭയമാണ് അദ്ദേഹത്തെ അലട്ടുന്നത്. ആശയക്കുഴപ്പം ഇല്ലാതാക്കാം എന്ന ചിന്തയിലാണ് അദ്ദേഹം റെഡിറ്റിലെ ആളുകളോട് അഭിപ്രായം ആരാഞ്ഞത്. 6 മാസത്തെ സേവനത്തിന് $1,45,000 അമേരിക്കൻ ഡോളർ, അതായത് ഏകദേശം 1.3 കോടി രൂപ ശമ്പളമായി കിട്ടിയാൽ എന്താ പുളിക്കുമോ എന്നാണ് ഒരാൾ തിരിച്ചു ചോദിക്കുന്നത്. ശമ്പളത്തിന് പുറമെ താമസവും ഭക്ഷണവും വിമാനയാത്രകളും ശീതപ്രദേശത്ത് ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും അന്റാർട്ടിക്കയിലെ മക്മാർഡോ സ്റ്റേഷൻ തന്നെ വഹിക്കും. എന്നാൽ അന്റാർട്ടിക്കയിലെ ഒറ്റപ്പെട്ട ജീവിതവും കടുത്ത തണുപ്പും ഒക്കെ ആലോചിക്കുമ്പോൾ ഗവേഷകന് ഒരു മടിയില്ലാതില്ല. പക്ഷെ കിട്ടാൻ പോകുന്ന പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വേണ്ട എന്ന് പറയാനും പറ്റുന്നില്ല. വളരെ അപൂർവമായി ആശയവിനിമയം ചെയ്യാനുള്ള അവസരം, സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായ അകലം പാലിച്ചുള്ള ജീവിതം, തികഞ്ഞ ഒറ്റപ്പെടൽ എന്നിവ ഗവേഷകന്റെ പ്രധാന ആശങ്കകളായി തുടരുന്നു. 3 വർഷമായി ഒരു പെൺകുട്ടിയുമായി അഗാധ പ്രണയബന്ധമുള്ള ഈ ഗവേഷകൻ ആ കുട്ടിയോടും അഭിപ്രായം ചോദിച്ചുവത്രേ. ആ പെൺകുട്ടി പൊയ്ക്കോളാൻ പറയുകയും ചെയ്തു. പക്ഷേ 6 മാസക്കാലം അകന്നുള്ള ജീവിതത്തെക്കുറിച്ച് സന്തോഷവതി അല്ലെന്നു കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ഗവേഷകൻ എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ്. ദൈനംദിന ചർച്ചകൾ, ഒരുമിച്ചുള്ള സമയം, ബന്ധത്തിന്റെ താളം എന്നിവയൊക്കെ താൽക്കാലികമായി മുടങ്ങുമല്ലോ എന്ന ഭയം അദ്ദേഹത്തെയും കാമുകിയെയും ഒരുപോലെ അലട്ടുകയാണ്. എന്നാൽ പ്രൊഫഷണൽ നേട്ടങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വന്നേക്കാവുന്ന ഒന്നാണ്. ഇത് അങ്ങനെയുള്ള ഒരു നേട്ടമാണ്. സാമ്പത്തിക ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാനും വിരമിക്കുമ്പോൾ കൈനിറയെ പണവും ഉണ്ടാകും എന്നൊക്കെ ആലോചിക്കുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ഗവേഷണ പരിചയം നേടാനും ഈ ജോലി നല്ല അവസരമാണ്. എന്നാൽ ഇതൊക്കെ നേടാൻ തന്റെ സ്വകാര്യ ജീവിതം പണയപ്പെടുത്തണമോ എന്ന ചിന്തയും അലോസരപ്പെടുത്തുന്നു. നീണ്ട അകലവും ഒരുമിച്ച് ജീവിക്കുന്ന ശീലത്തിന്റെ മാറ്റവും ബന്ധത്തിൽ തിരിച്ചടിയാകുമെന്ന് റെഡിറ്റിലെ പലരും മുന്നറിയിപ്പ് നൽകുമ്പോൾ ഗവേഷകൻ ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു. നിങ്ങൾക്കാണ് ഈ ജോലി കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? മടിക്കാതെ പറഞ്ഞോളൂ.